ഹേ സിനിമയിൽസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ജോജി ജോർജിൻ്റെ അടുത്ത സംവിധാനം ചെയ്യാൻ പോണ ചിത്രമാണ് പരിപാടി. നമ്മുടെ പണി പോലെ തന്നെ ഒരു ചരിഞ്ഞൊരു ടൈറ്റിൽ, ഒരു ഗ്യാങ്സ്റ്റർ പരിപാടി തന്നെ ആവാനാണ് ചാൻസ് കൂടുതലും. എന്തായാലും പണി 2 ആണെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നില്ല. മിക്ക പേജിലും അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും പണി 2 പരിപാടി ആയിരിക്കില്ല. പിന്നെ നമ്മുടെ വേണു കുന്നംപുള്ളിയാണ് നിർമ്മാണം ചെയ്യുന്നത്. പിന്നെ രാജീവ് രജീവാണ് നമ്മുടെ ക്യാമറ വർക്ക്സ്. പിന്നെ സംഗീതം ചെയ്യുന്നത് നമ്മുടെ യുവൻ ശങ്കർ രാജും. പിന്നെ നമ്മുടെ സ്റ്റണ്ടൊക്കെ ചെയ്യുന്നത് അൻബർവ് മാസ്റ്റേഴ്സാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന അൻബർവ് മാസ്റ്റേഴ്സും പിന്നെ നിർമ്മാണ കമ്പനിയൊക്കെ അടിപൊളി തന്നെയാണ്. പിന്നെ ജോജി ജോർജ് അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമ മൊത്തത്തിൽ അടിപൊളി തന്നെ ആവട്ടെ. നമ്മുടെ പിള്ളേരങ്ങനെ മൊത്തത്തിൽ തൂക്കിയിരിക്കുകയാണ്. വാഴ 2 കേരള ബോക്സ് ഓഫീസിൽ അങ്ങനെ 100 കോടി മുകളിൽ കിടന്നിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു 200 കോടിയുടെ അടുത്താവാറായി. എന്തായാലും പിള്ളേർ പൊളിക്കട്ടെ. നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ 63ാമത്തെ ഫിലിമിൻ്റെ ചെറിയൊരു ഗ്ലിംസ് പോലെ ഒരു പരിപാടി വന്നിട്ടുണ്ട് യൂട്യൂബിൽ. നമ്മുടെ മകനെ വെല്ലുന്ന ഒരു ലുക്കും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ചിയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽഖറിൻ്റെ ഐ ആം ഗെയിം എന്ന ചിത്രം അങ്ങനെ ഫൈനലി റാപ്പായി. അപ്പോൾ സിനിമ ഇനി ഓണത്തിനെത്തുന്നതായിരിക്കും. ഏകദേശം 1 വർഷം എടുത്തു സിനിമ മൊത്തത്തിൽ തീരാൻ. അത്രയൊന്നും തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സിനിമ ഓണത്തിനെത്തുന്നതായിരിക്കും. ദുൽഖറിൻ്റെ ഒരു വലിയ കംബാക്ക് തന്നെ ഉണ്ടാവട്ടെ. കാരണം മലയാളത്തിൽ ഇപ്പോൾ നമ്മുടെ കൊത്തയുടെ ഒരു ക്ഷീണം ഇതിലെന്തായാലും തീർക്കണം. അപ്പോൾ എന്തായാലും ഐ ആം ഗെയിമിന് എന്ന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഇന്നലെയും കുറച്ച് നാളൊക്കെ വന്ന പിള്ളേരൊക്കെ എല്ലാവരും സിനിമയിൽ കയറി. ഇപ്പോൾ നമ്മുടെ പണ്ടേ മുതലുള്ള ഒരു ടീം അങ്ങനെ സിനിമയിലേക്ക് എത്താൻ പോകുന്നു. നമ്മുടെ കരുക്ക് ടീം അവരുടെ ആദ്യത്തെ സിനിമ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം അവരുടെ ചാനലിലൊക്കെ വരുന്ന ഒരു പരിപാടി, ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് പരിപാടി തന്നെയായിരിക്കും സിനിമ. ഇനി നമ്മുടെ ഫഹദ് അടുത്ത് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് കരേട്ട ചന്ദ്രൻ. നമ്മുടെ ഭാവന സ്റ്റുഡിയോസ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഏകദേശം ഒരു കോമഡി പരിപാടി ആ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജിതിൻ കെ ജോസ് നമ്മുടെ മമ്മൂക്കേനെ നല്ല കിടിലമായിട്ടാണ് വില്ലൻ വേഷമായിട്ട് പ്രസൻറ്റ് ചെയ്തത്. ഇത് പിന്നെ അടുത്ത ചെയ്യാൻ വേണ്ടി നമ്മുടെ ജയസൂര്യയോടൊപ്പം തന്നെയാണ് ഒരു ജോൺ ലൂതർ ലുക്കൊക്കെയാണ് നമുക്ക് ജയസൂര്യ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമയിൽ ഒരു കിടിലം വില്ലനോ അല്ലെങ്കിൽ നല്ല അതിനും മുകളിൽ നിൽക്കുന്ന ഒരു നായകനോ ആയിട്ട് എത്തട്ടെ. കാട്ടാളൻ്റെ തമിഴ് ടീച്ചർ നമ്മുടെ അനിരുദ്ധ് ഇന്നലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. മെയ് 1-ാം തീയതി നമ്മുടെ ബിഗ് അങ്ങനെ കത്തിക്കാൻ റെഡി ആയിരിക്കുകയാണല്ലോ. അപ്പോൾ സിനിമയുടെ ഒരു എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ നമ്മുടെ ഏപ്രിൽ 23-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ പാട്രൂട്ട് എന്ന സിനിമ ആദ്യം റിലീസ് ചെയ്യാതിരുന്ന തീയതിയാണ് ഏപ്രിൽ 23-ാം തീയതി. അന്ന് ആ ചാറ്റ് ഷോ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ഏപ്രിൽ 24-ാം തീയതി നമ്മുടെ നെയ്യും പോളിയുടെ പ്രതിച്ഛായ എന്ന ചിത്രം സ്ട്രീം ചെയ്യുന്നതായിരിക്കും. തിയേറ്ററിൽ വലിയ ഹിറ്റൊന്നും ആവാത്തൊരു ചിത്രം തന്നെയായിരുന്നു പ്രതിച്ഛായ. അപ്പോൾ എന്തായാലും OTTയിൽ എങ്ങനെ പ്രതികരണം എന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.